ഇവിടെ കുറ്റവാളിയാണോ ഞാൻ പിന്തുണച്ചത്? ക്രിമിനലിനെയാണോ പിന്തുണച്ചത്? അല്ല. എന്താ ഇവിടെ ഒരു ക്രൈം? എനിക്ക് അങ്ങനെ ഒരു ക്രൈം എന്നുള്ള നേച്ചറിലേക്ക് ഈ കേസിൽ ഒരു കുറ്റവാളിയാണ് അല്ലെങ്കിൽ തെറ്റുകാരനാണ് എന്ന് കോടതി പറയുന്നത് വരെ ആരോപണ വിധേയനാണ്. എനിക്ക് നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്നാണ് പ്രധാനമായും ആരോപണം, ആരോപിക്കുന്നത്. റൈറ്റ്? ആരോപണമല്ലേ? ലെറ്റ് ഇറ്റ് കം. എന്താ പറയുക, ആ പ്രൊസീഡിങ്സ് പോട്ടെ. അപ്പോൾ നമുക്കൊരു നിലപാടെടുക്കേണ്ട സമയം, അല്ലെങ്കിൽ മറിച്ചൊരു നിലപാടെടുക്കേണ്ട സമയം, അല്ലെങ്കിൽ ആ വിഷയത്തെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ആ വിഷയത്തെ ഒരാളെ പിന്തുണച്ചതിനപ്പുറത്തേക്ക് കൃത്യമായി ആ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാനിത് ഓൾറെഡി പറഞ്ഞതാണ്. റിപ്പോർട്ടർ ചാനലിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്നെ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ വിഷയവുമായിട്ട് ഒരു അഭിപ്രായ പ്രകടനത്തിന് ഇറങ്ങുകയില്ലായിരുന്നു. അപ്പോൾ അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടി വന്നത് അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. എനിക്ക് അവരുടെ പേര് പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പേര് പറയുന്നത് കൊണ്ട് എനിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ ഒരു ചോദ്യം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ തയ്യാറാവുകയാണെങ്കിൽ എവിഡൻസ് ഞാൻ പുറത്തുവിടാനും തയ്യാറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഭയപ്പെട്ടല്ല ഞാൻ പേര് പറയാത്തത്. അപ്പോൾ അവിടെ എന്തായിരുന്നു ഉദ്ദേശം? ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ടാർഗറ്റഡ് അറ്റാക്ക്, ഒരു കൈൻഡ് ഓഫ് സ്പോൺസർഡ് പൊളിറ്റിക്കൽ അറ്റാക്ക് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓൾ പൊളിറ്റിക്സ് ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് പൊളിറ്റിക്കൽ അറ്റാക്സ് ആണ്. അതിനകത്ത് പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്ന് പബ്ലിക് സമൂഹം, കേരള സമൂഹം അതിനെ ഒരു PR വർക്കായിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഇൻ്റർവ്യൂ, ദാറ്റ്സ് ഇറ്റ്. ഞാനൊരു ജനപ്രതിനിധിയാണ്, പൊതുപ്രവർത്തകയാണ്. എനിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ടെന്ന് ഞാൻ ധരിക്കുന്നുമില്ല. അവിടെ സ്ത്രീ ആയതുകൊണ്ട് ശരി മാത്രമേ ചെയ്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ജോളിയും ഈ പറഞ്ഞ മറ്റ് എന്താ പറയുക ജ്യൂസിൽ വിഷങ്ങളൊക്കെ കൊടുത്ത പെൺകുട്ടിയും ഒക്കെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ സ്ത്രീകൾ എല്ലാ കാലത്തും ഒരു മോറൽ സൈഡിലാണെങ്കിലും, ഒരു ജീവിതം നിലവാരം കൊണ്ടാണെങ്കിലും, ചിന്താശേഷി കൊണ്ടാണെങ്കിലും എലൈറ്റ് സുപ്രീം ക്ലാസ് എന്നൊന്നും പറയരുത്. നമസ്കാരം. കൂടെയുള്ളത് ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താ ഈ കുഞ്ഞമ്മ എന്നുള്ള വേർഡ് പേരിന്റെ പുറകില്? അത് ഉണ്ണിത്താൻ ഫാമിലിയിലെ ലേഡീസിനിടുന്ന സർനെയിമാണ് കുഞ്ഞമ്മ. അപ്പോൾ ജെൻസ് ആണെങ്കിൽ അവരുടെ പേരിൻ്റെ കൂടെ ഉണ്ണിത്താൻ എന്ന് വരും. എൻ്റെ ബ്രദറിൻ്റെ പേര് ശ്രീനാഥ് ഉണ്ണിത്താൻ എന്നാണ്. ലേഡീസ് ആണെങ്കിൽ കുഞ്ഞമ്മ, ശ്രീനാദേവി. ഇപ്പൊ കുറച്ചായി ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകയാണ് എങ്കിൽ പോലും ആളുകൾ കൂടുതലായി അറിഞ്ഞു തുടങ്ങിയത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴായിരുന്നു. ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞതിൽ, രാഹുലിനെ അനുകൂലിച്ചതിൽ? അന്നെടുത്ത നിലപാടിന് അനുകൂലിച്ചു എന്നുള്ളത് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ്, എന്തുകൊണ്ട് അനുകൂലിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അനുകൂലിച്ചത്. അതിൽ നിന്ന് മാറ്റേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴത്തെ നിലവില് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത ഒരു പ്രമുഖ ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഭയങ്കര വൈറലാവുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഈ അടുത്ത്. ആ സമയത്ത് ചിലർ പറഞ്ഞു രാഹുലിന്റെ അടുത്തും ന്യായമുണ്ടെന്ന് പറയുന്നു, ചിലർ പറയുന്നത് ഒരു PR വർക്കാണെന്ന്. എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഒരു PR വർക്ക് എന്ന് വിളിക്കേണ്ടതുണ്ടോ അതിനെ? ഒരു വിഷയത്തിൽ ഒരാൾക്ക് പ്രതികരിക്കണം, ഒരു രണ്ട് പേര് ഭാഗമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അങ്ങനെയാണല്ലോ. രണ്ട് പക്ഷമുണ്ടാവും, രണ്ട് സൈഡ് ഉണ്ടാവും. രണ്ടുപേരുടെയും ഭാഗം എന്താണ് എന്നുള്ളത് പൊതുസമൂഹം കേൾക്കാൻ ആഗ്രഹിക്കും. പ്രത്യേകിച്ചും ഒരു ഭാഗം ഇത്രയും ശബ്ദത്തോടുകൂടി കേട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് പറയേണ്ട മറുപടി എന്താണ്, ദ അതർ സൈഡ് എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നുള്ള ചോദ്യങ്ങളുണ്ട്, പറയണം എന്നുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോം റെഡി ആയപ്പോൾ, അവർ അത് ചോദിക്കാൻ തയ്യാറായപ്പോൾ മറുപടി പറയാൻ തയ്യാറായി. അത് PR വർക്ക് എന്ന് പറയുന്ന ഒരു ഡെഫിനേഷനിലേക്ക് അത് പോകണം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആ ഇന്റർവ്യൂ ചെയ്ത ഹാഷ്മി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനടക്കം ഭയങ്കര ഒരു സൈബർ അറ്റാക്ക് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഇന്റർവ്യൂവിന് ശേഷം. അതൊക്കെ ഓൾ പൊളിറ്റിക്സ് ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് പൊളിറ്റിക്കൽ അറ്റാക്സ് ആണ്. അതിനകത്ത് പൊതുജനത്തിന്റെ ഭാഗത്തു നിന്ന് പബ്ലിക് സമൂഹം, കേരള സമൂഹം അതിനെ ഒരു PR വർക്കായിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഇന്റർവ്യൂ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ CPIയിൽ നിന്നാണ് കോൺഗ്രസിലേക്ക് എത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇങ്ങനെ വരുമ്പം ഇപ്പോൾ ഇത് രാഹുലിനെ അനുകൂലിച്ചതുമായി ബന്ധപ്പെട്ട് വന്നപ്പം ചിലർ പറയുന്നൊരു കമന്റ്സ് ഉണ്ട്, അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് അറിയപ്പെടാൻ വേണ്ടി ചെയ്തതാണ്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അവരോട് എന്തായിരിക്കും മറുപടി പറയാനുണ്ടാവുക? അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടില്ല, എന്നോടാരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊരു വിഷയത്തിൽ അഭിപ്രായം പറയുന്ന നിലപാട് ഒരു പൊതുപ്രവർത്തകരും സ്വീകരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ജനപ്രതിനിധിയാണ്, പൊതുപ്രവർത്തകയാണ്. എനിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ടെന്ന് ഞാൻ ധരിക്കുന്നുമില്ല. ഒരു പൊതുപ്രവർത്തക കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരാളെ അനുകൂലിക്കുമ്പോൾ തീർച്ചയായും ആളുകൾ ചോദിക്കാനിടയുള്ള കാര്യം ഉണ്ടാവും, താങ്കൾ ഒരു സ്ത്രീയല്ലേ, മറുവശത്ത് നിൽക്കുന്നതും സ്ത്രീകളല്ലേ, അപ്പോഴെങ്ങനെയാണ് താങ്കൾ അങ്ങനെ ഒരാൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ ഇടയില്ലേ? മൈ ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഇസ് ദ ക്രൈം ഹിയർ?
ഇവിടെ കുറ്റവാളിയാണോ ഞാൻ പിന്തുണച്ചത്? ക്രിമിനലിനെയാണോ പിന്തുണച്ചത്? അല്ല. എന്താ ഇവിടെ ഒരു ക്രൈം? എനിക്ക് അങ്ങനെ ഒരു ക്രൈം എന്നുള്ള നേച്ചറിലേക്ക് ഈ കേസിൽ ഒരു കുറ്റവാളിയാണ് അല്ലെങ്കിൽ തെറ്റുകാരനാണ് എന്ന് കോടതി പറയുന്നത് വരെ ആരോപണ വിധേയനാണ്. പരാതിക്കാരും ആരോപണ വിധേയനും. അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ ഒരു ക്രൈം നേച്ചർ ഇല്ലാത്തടത്തോളം ഞാനൊരു ശിക്ഷിക്കപ്പെട്ട കുറ്റവാളി ജയിലിനകത്തുള്ള ഉള്ളിലുള്ള ഒരാളെയല്ല പിന്തുണച്ചത്, ഒരു ആരോപണ വിധേയൻ. അപ്പോൾ അതിൽ പിന്തുണയ്ക്കുമ്പോൾ കേവലമായിട്ട് എൻ്റെ പിന്തുണ ഇന്ന ആൾക്കാണെന്നല്ല ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പിന്തുണയ്ക്കപ്പുറത്തേക്ക് ഞാൻ ആ വിഷയത്തെ ഒന്ന് അനലൈസ് ചെയ്യുവാനും ആ വിഷയത്തെക്കുറിച്ചുള്ള പൊതുവിലുള്ള അഭിപ്രായം പറയുവാനാണ് തയ്യാറായത്. അല്ലാതെ ഏകപക്ഷീയമായൊരു പിന്തുണയ്ക്കപ്പുറം അഭിപ്രായ പ്രകടനമായിരുന്നു. കാരണം അത്രയും തെളിവുകൾ എതിരായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം കുറെ വോയിസ് സ്കൂളുകൾ, ഒന്നിനു പുറകെ ഒന്നായി പരാതികൾ, ഇതൊക്കെ വരുമ്പോഴും ഇതൊന്നും വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലായിരുന്നല്ലോ അപ്പോൾ ഉണ്ടായിരുന്നത്. മൈ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ദ ക്രൈം ദെയർ? ഏത് വോയിസ് സ്കൂളാണെങ്കിലും ഏത് ചാറ്റ് ആണെങ്കിലും അവിടെ ഒരു ക്രൈം ഉണ്ടാകണം, ഒരു കുറ്റം ചെയ്തിട്ടുണ്ടാകണം, കുറ്റവാളിയാണ് എന്ന് നിയമം വിധി എഴുതണം. അല്ലാത്ത പക്ഷം എനിക്ക് നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്നാണ് റൈറ്റ്, ആരോപണമല്ലേ, ലെറ്റ് ഇറ്റ് കം. എന്താ പറയുക, ആ പ്രൊസീഡിങ്സ് പോട്ടെ. അപ്പോൾ നമുക്കൊരു നിലപാടെടുക്കേണ്ട സമയം അല്ലെങ്കിൽ മറിച്ചൊരു നിലപാടെടുക്കേണ്ട സമയം അല്ലെങ്കിൽ ആ വിഷയത്തെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ആ വിഷയത്തെ ഒരാളെ പിന്തുണച്ചതിനപ്പുറത്തേക്ക് കൃത്യമായി ആ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞു. എല്ലാ തരത്തിലൂടെയുമാണ് അഭിപ്രായം പറഞ്ഞത്. ഒരു വ്യക്തിയെ പിന്തുണച്ചു എന്നുള്ളൊരു ചുരുങ്ങിയ ഒരു പോയിന്റിലേക്ക്, ഒരു നാരോ സ്പേസിലേക്ക് ആ ഒരു അഭിപ്രായ പ്രകടനത്തിനെ മാറ്റരുത് എന്നൊരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എനിക്കുണ്ട്. അപ്പം ഞാൻ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ പൊതുവിൽ നമ്മൾ കാണാറുണ്ട്, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നിരവധിയായിട്ടുള്ള കേസുകൾ ഉണ്ടായ സമയത്ത് പുരുഷന്മാരും ഉണ്ട്, അവിടെ സ്ത്രീകളുമുണ്ട്. എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളായിരുന്നു, പക്ഷേ ഈക്വലി പുരുഷന്മാരും ഉണ്ടായിരുന്നു. എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ തെറ്റായി ഒരു ക്രിമിനലൈസ് ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ രണ്ടു കൂട്ടരെയും കണ്ടിട്ടുണ്ട്. അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന പൊതുഗണത്തിൽ നിന്ന് വേണം നമ്മൾ സംസാരിക്കാൻ. ഒരാൾ ചെയ്തത്, ആ മനുഷ്യൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ, അവിടെ സ്ത്രീ ആയതുകൊണ്ട് ശരി മാത്രമേ ചെയ്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ജോളിയും ഈ പറഞ്ഞ മറ്റ് എന്താ പറയുക ജ്യൂസിൽ വിഷങ്ങളൊക്കെ കൊടുത്ത പെൺകുട്ടിയും ഒക്കെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ സ്ത്രീകൾ എല്ലാ കാലത്തും ഒരു മോറൽ സൈഡിലാണെങ്കിലും ഒരു ജീവിതം നിലവാരം കൊണ്ടാണെങ്കിലും ചിന്താശേഷി കൊണ്ടാണെങ്കിലും എലൈറ്റ് സുപ്രീം ക്ലാസ് എന്നൊന്നും പറയരുത്. അതിനോട് ഞാൻ യോജിക്കില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കും അത് തന്നെയാണ് സൗകര്യം. ഞാനും ബീങ് എ ലേഡി എനിക്കും സൗകര്യമാണ്. അങ്ങനെ പെട്ടെന്നൊരു ക്ലാസ്സിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എനിക്കും ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും, സമൂഹത്തിന് മുന്നിൽ നേടിയെടുക്കാൻ സാധിക്കും. എന്ത് നുണ പറഞ്ഞിട്ടും എനിക്ക് സമൂഹത്തെ നോക്കിയിട്ട് ഞാനൊരു സ്ത്രീയാണെന്ന് പറയുമ്പോൾ ശരിയാണ്, സ്ത്രീകൾ സത്യമേ പറയാറുള്ളൂ, അങ്ങനെ പറയാൻ സാധിക്കും. പക്ഷെ വെറൊരു നുണയായിട്ടല്ലല്ലോ ഞാനിതല്ല പറഞ്ഞത്. അവരെക്കുറിച്ച്, പരാതിക്കാരെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ പറയാൻ തയ്യാറാവുന്നില്ല. ഞാൻ പറഞ്ഞത് ജനറലി പറയാണ്. അപ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ല, നമ്മൾ ആ ഒരു നോർമലൈസേഷൻ അല്ലെങ്കിൽ ന്യൂട്രാലിറ്റിയിലേക്ക്, ജെൻഡർ ഇക്വാളിറ്റിയിലേക്ക് ഒക്കെ സഞ്ചരിക്കേണ്ട ഒരു കേരളം മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും ആ ഒരു ശൈലിയിലേക്ക് കടക്കേണ്ട ഒരു സംസ്ഥാനമാണ് നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ. ഇത് ആദ്യഘട്ടത്തിൽ ഒരു അഭിപ്രായ പ്രകടനത്തിൽ പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾക്കും പങ്കുണ്ട്, ചില ഗൂഢാലോചനകൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഒരു സംശയം ഏത് ഘട്ടത്തിലായിരുന്നു പോയി തുടങ്ങിയത്? ഞാനിത് ഒരുപാട് ആവർത്തി പറഞ്ഞ ഒരു വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം തന്നെയാണ് ആവർത്തിച്ച് ചോദ്യങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത് താങ്കളിൽ നിന്നും. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ ഒരു ചോദ്യത്തോടുകൂടി അവസാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് ഓൾറെഡി പറഞ്ഞതാണ്. റിപ്പോർട്ടർ ചാനലിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്നെ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ വിഷയവുമായിട്ട് ഒരു അഭിപ്രായ പ്രകടനത്തിന് ഇറങ്ങുകയില്ലായിരുന്നു. അപ്പോൾ അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടി വന്നത് അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ എന്നെ അങ്ങനെ വിളിച്ച് ചോദിച്ച് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൽ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്നെ മോശമാക്കുക കൂടിയാണ്. ഞാൻ അത്തരത്തിലൊരു പരാതി കൊടുത്തിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലില്ല. ഇനി അങ്ങനെ പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരാളെ വിളിച്ച് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അലിഗേഷൻസിനകത്ത് ഭാഗമല്ലാത്ത, അത്തരത്തിൽ പേര് വരേണ്ടാത്ത ഒരാളെ അതിലേക്ക് ഡ്രാഗ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചു, അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. മാത്രവുമല്ല, അങ്ങനെ നമ്മളെ സമീപിക്കുമ്പോൾ സ്വീകരിച്ച ഒരു ശൈലി അത് ശരിയായിരുന്നില്ല. ആ ശൈലിക്കെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. ഇത് അവസാനമായിട്ടൊന്നുകൂടിയാണ്, അതായത് ആദ്യഘട്ടത്തിൽ നടി വന്ന സമയത്ത് പോലും അതായത് CPM-നെതിരെ അതിശക്തമായി സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്ന സമയങ്ങളിലാണ് രാഹുലിനെതിരായ ഓരോ ആരോപണങ്ങൾ വരുന്നത്.
കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നു അതൊരു പ്രതിരോധം എന്ന മട്ടിൽ തന്നെയാണ് ആരോപണങ്ങളെ ഓരോന്നിനെയും കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ്. അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ ആദ്യം നടി പറഞ്ഞ ഒരു നടിയാണ് ആദ്യമായി ഇത് പറയുന്നത്, അതിലടക്കം ഇങ്ങനെ ഒരു പ്രതിരോധം തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് കരുതാൻ പറ്റും. ഞാൻ ആ ആരോപണം വരുന്ന സമയത്താണ് അങ്ങനെ ഒരാളെ കുറിച്ച് കേൾക്കുന്നത്. ഞാൻ അതിനു മുൻപ് ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുമായിട്ട്, ആ കുടുംബവുമായിട്ടൊക്കെ അടുത്ത സൗഹൃദവും അടുത്ത ബന്ധവുമുള്ള എന്നെ പോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വിഷയങ്ങളെക്കുറിച്ച് പറയാൻ കുറച്ചൊക്കെ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അവിടെ തീർത്തും 100% ഒരു മാനിപ്പുലേറ്റർ ഈ ഒരു വിഷയത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 100% സ്റ്റാമ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് ആ ആദ്യം എൻ്റർ ചെയ്ത ഒരു ലേഡി. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ആണ് ഈ വിഷയത്തിനെ സമീപിച്ചത്. അപ്പോൾ ഞാൻ ആവർത്തിച്ച് അന്ന് പറഞ്ഞത് തന്നെ പറയുകയാണ്, എനിക്ക് അവരുടെ പേര് പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പേര് പറയുന്നത് കൊണ്ട് എനിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ ഒരു ചോദ്യം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ തയ്യാറാവുകയാണെങ്കിൽ എവിഡൻസ് ഞാൻ പുറത്തുവിടാനും തയ്യാറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഭയപ്പെട്ടല്ല ഞാൻ പേര് പറയാത്തത്. പേര് പറയാതെ ഒരാളെ നിരന്തരമായി അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് അത്തരത്തിലുള്ള ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. എന്നിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലും അല്ലാതെയും ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഞാൻ പേര് പറഞ്ഞിട്ടില്ല, അയാൾ തിരുത്തപ്പെടണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ വലിയ വലിയ ഫിലോസഫീസ് പറയുക. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്നു. സഹോദരിമാർക്ക് സ്വീകരിക്കാനാണെങ്കിൽ തിരുവല്ലയിൽ ഒരു ബ്രൂട്ടൽ ഇൻസിഡൻറ്റ് നടന്നു. ഡോക്ടർ ആശ PT കുഞ്ഞുമുഹമ്മദിനെതിരെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസം നോക്കിയിരിക്കേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പരാതി പറയുകയല്ല, ഞാൻ തുറന്നു പറയുകയാണ്, എന്നെ അതിജീവിത എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു പറയാൻ തയ്യാറായ ഒരു ലേഡി വന്നപ്പോൾ എവിടെയായിരുന്നു ഈ സഹോദരിക്ക് വേണ്ടിയുള്ള നിലപാടെടുത്തവർ? ഇത്രയും ആക്രോശങ്ങൾ പറഞ്ഞ ഈ കഴിഞ്ഞ 6 മാസക്കാലം സ്ത്രീപക്ഷ നിലപാടുമായി എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലും വന്ന് ബഹളം വെച്ച സ്ത്രീകൾ എവിടെ നിങ്ങളുടെ ഫെമിനിസം അവസാനിച്ചു? അപ്പോൾ പൊളിറ്റിക്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഫെമിനിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ ആണോ ഫെമിനിസം മുന്നോട്ട് വയ്ക്കേണ്ടത്? ഇനി ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇതാണോ? അപ്പോൾ സഹോദരിമാർക്ക് നിലപാടെടുത്തവർക്ക് ഇവർ സഹോദരിയും ഒന്നുമായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ അവിടെ എന്തായിരുന്നു ഉദ്ദേശം ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ടാർഗറ്റഡ് അറ്റാക്ക്, ഒരു കൈൻഡ് ഓഫ് സ്പോൺസർഡ് പൊളിറ്റിക്കൽ അറ്റാക്ക് അവിടെ ഉണ്ടായിരുന്നു. അത് ഏതൊരു സാധാരണക്കാരന് മനസ്സിലാവുന്നൊരു വസ്തുതയാണ്. പ്രത്യേകിച്ചും ഇതിനകത്തുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി അറിയാവുന്നവരാണെങ്കിൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ വ്യക്തിക്കുണ്ടായ വ്യക്തിപരമായിട്ടുള്ള ഒരു നിരാശയെ അൺനെസസറി ആയിട്ട് മറ്റൊന്നായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കരുത്. അത് തെറ്റാണ്. ഞാനും താങ്കളും ഉൾപ്പെടെയുള്ള ഒരു മനുഷ്യത്വത്തോടുകൂടി എല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറാവുന്നവരെ, അവരുടെ ഇമോഷൻസിനെ, അവരുടെ എമ്പത്തിയെ ചൂഷണം ചെയ്യുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ അതിൻ്റെ എക്സ്ട്രീം എല്ലാ തരത്തിലും അതിൻ്റെ സീമകളെല്ലാം ലംഘിച്ചു കഴിയുന്നതുവരെ ഞങ്ങൾ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല, സുഹൃത്തുക്കളായിട്ടുള്ള ആരും തന്നെ. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രതികരിക്കണം എന്നൊന്നും പ്രതികരിച്ചു. അതുപോലെ അതിജീവിത എന്ന വേർഡിന് താങ്കൾ നൽകിയൊരു നിർവചനം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൈയ്യടി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് കുട്ടിയുടെ കൈ പോയൊരു സംഭവം ഉണ്ടായിരുന്നു, കൊച്ചുമോൾക്ക്. ആ കുട്ടിക്ക് കൈ നഷ്ടപ്പെട്ട സമയത്ത് ആ കുട്ടിയെ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിജീവിതയെ കണ്ടില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമായി വന്നിരുന്നു. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊരു ചോദ്യം തന്നെയാണ്, വലിയൊരു ചോദ്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അതിനെങ്ങനെയാണ് ഇപ്പോൾ ആ സമയത്തൊന്നും ഇല്ലാതിരുന്ന ഒന്ന് പെട്ടെന്ന് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യമായിരുന്നു വളരെ വലുതായിട്ട് തോന്നിയത്. ശരിക്കും ആ സമയത്ത് എന്തുകൊണ്ട് നമ്മൾ പോലും ചിന്തിച്ചു, എന്തുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു. ശരിക്കും ഇതുപോലുള്ള അതിജീവിതമാരുണ്ട് എന്നുള്ളത് ഒരു തുറന്നു കാട്ടലായിരുന്നു. അതെ, ദാറ്റ് വാസ് ആക്ച്വലി ബ്രൂട്ടൽ ക്രൈം. അവിടെ ഒരു ക്രൈമാണ് നടന്നത്. ആ കുഞ്ഞ് ഒന്ന് വീണപ്പോൾ ഒരു എല്ല് ഒടിഞ്ഞു, അത് പൊട്ടി സ്കിന്നിലൂടെ പുറത്തേക്ക് വന്നു. ആ കൈയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ് മാതാപിതാക്കളും കുട്ടിയും. കുഞ്ഞാണ്, 9 വയസ്സേ ഉള്ളൂ പ്രായം. ആ കുഞ്ഞിൻ്റെ കൈ അങ്ങനെ പൊട്ടിയിരിക്കുന്ന കണ്ടിട്ട് അവിടെ ഒരു ജസ്റ്റ് പ്ലാസ്റ്റർ ചെയ്ത് പറഞ്ഞു വിടുമ്പോൾ അതാണോ അതിന് ചെയ്യേണ്ടിയിരുന്നത്? ഇനി അങ്ങനെ പറഞ്ഞു വിട്ടു, വീട്ടിൽ ചെന്നു, പിറ്റേ ദിവസം തന്നെ കുട്ടിക്ക് മനസ്സിലായി, നമ്മുടെ ശരീരമല്ലേ, നമുക്കല്ലേ ആദ്യം മനസ്സിലാവാം. അവൾക്ക് മനസ്സിലായി വല്ലാത്തൊരു വേദനയുണ്ട്, എന്തോ ഒരു കുഴപ്പമുണ്ട് ആ ചെയ്തതിൽ എന്ന് കുഞ്ഞ് പറയുന്നു. അവൾ അമ്മയോട് പറയുന്നു. അങ്ങനെ അവർ വീണ്ടും ഹോസ്പിറ്റലിൽ പിറ്റേന്ന് തന്നെ എത്തുന്നു. വീണ്ടും ഡോക്ടറെ കാണുന്നു, കാര്യം പറയുന്നു. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടും. ആ കുഞ്ഞ് വേദന സഹിക്കാൻ വയ്യാതെ ഓരോ ദിവസവും തള്ളി നീക്കാണ്. അപ്പോഴൊക്കെ അമ്മ അടുത്തിരുന്ന് തടവി കൊടുത്തും സാരമില്ല ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞ് 5 ദിവസം നീണ്ടുപോകുന്നത്. ആ 5th ഡേ വലിയ രീതിയിൽ കയ്യിൽ കൂടെ പഴുപ്പ് പുറത്തേക്ക് വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇട്ടിരിക്കുന്നതിൻ്റെ ഈ പോർഷനിലേക്ക് വരുമ്പോൾ അങ്ങനെ നമ്മുടെ കൈ നോർമലി ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ലിക്വിഡ് ഇങ്ങനെ പുറത്തേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവുക.
എന്നിട്ട് ആ കൈയും കൊണ്ട് 5-ാമത്തെ ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പിന്നീട് അവിടെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ കൈക്ക് എവിടെയും സെൻസേഷൻ ഇല്ല, തൊടുന്ന ഒരിടവും കുട്ടി അറിയുന്നില്ല. ഒടുവിൽ അത് മുറിച്ചു മാറ്റപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുക. ഇതിനെക്കുറിച്ച് ഇത്രയും വസ്തുത, ഇതിനേക്കാൾ ഇതിൻ്റെ ഗൗരവം മുഴുവൻ അറിയാവുന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയും സംസ്ഥാന ഗവൺമെൻറ്റും ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാനോ അതിനോട് വി ലവ് യു എന്നൊന്ന് പറയാനോ, വി ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് ഒന്നും വേണ്ട, ചന്ദ്രൻ വരെയൊന്നും പോകണ്ട, ഒന്ന് ചേർത്ത് പിടിക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ അതിന് വേണ്ടത് ചെയ്തു കൊടുക്കാനോ ഒന്നും ശ്രമിച്ചില്ല എന്നുള്ളത് മനുഷ്യത്വനെ അങ്ങേയറ്റം മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അവരെ സംബന്ധിച്ച് ആ സംഭവിച്ച പിശക്, ആ ഒരു പാളിച്ച പിശക് എന്നൊന്നുമല്ല, അവർ ഗുരുതരമായ വീഴ്ച ഒന്നുകൊണ്ടും പരിഹരിക്കപ്പെടാൻ സാധിക്കുന്ന ഒന്നല്ല. നമുക്ക് ആർക്കും അവളുടെ വലങ്കയാണ് നഷ്ടപ്പെട്ടത്. നമ്മൾ എന്തുകൊണ്ട് തുലാഭാരം നടത്തിയാലും അതിന് പകരമാവില്ല, എത്ര പണം അവൾക്ക് നൽകിയാലും അതിന് പകരമാവില്ല, എന്ത് ചെയ്താലും പകരമാവില്ല. പക്ഷേ നമുക്കൊക്കെ തോന്നില്ലേ നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യണമെന്ന്. എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും അതിൻ്റെ പരമാവധി ചെയ്യുക. വിളപ്പിൽശാല ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വെച്ച് ജാസ്മിൻ കരഞ്ഞ കരച്ചിലുണ്ട്. രക്ഷിക്കണേ, ശ്വാസം മുട്ടുന്നു, എനിക്ക് 2 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാഴ്ച കണ്ട ജാസ്മിൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയാണ് ഏറ്റവും വലിയ അതിജീവത. അങ്ങനെയുള്ള പെൺകുട്ടികളെ, സ്ത്രീകളെ ഒന്നും കാണാൻ കണ്ണില്ലാതെ ഫിസിക്കലി സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളുമായി റിലേഷൻഷിപ്പ് ഉണ്ടായതിൻ്റെ പേരിൽ, ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയതിൻ്റെ പേരിലുണ്ടായ ഫിസിക്കൽ അസോൾട്ടിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യത്തെ മാത്രം അതിജീവിത എന്ന് പറയുന്നൊരു ടെർമിനേഷൻ, ഒരു അത്തരത്തിലുള്ളൊരു ടെർമിനേഷനിലേക്ക് എങ്ങനെ, ഒരു ടെർമിനോളജിയിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ഒരാൾക്ക് അത്തരത്തിലുള്ളൊരു വിഷമം ഉണ്ടാകുമ്പോൾ മാത്രമാണോ അതിനെ ഒരു അതിജീവിക്കേണ്ട എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്? അല്ല. അത് ഒരു കുഞ്ഞിൻ്റെ കൈ നഷ്ടപ്പെടുമ്പോൾ സ്വന്തം ഭർത്താവ് കൺമുന്നിൽ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ വാവിട്ട് നിലവിളിക്കുകയാണ് ഭർത്താവ്, രക്ഷിക്കൂ രക്ഷിക്കുന്നത്. അല്ലാതെ ബോധം കെട്ട് വീഴുന്ന ഒരു ഹസ്ബൻഡിനെ അല്ല അവിടെ നമ്മൾ കാണുന്നത്. ആ കാഴ്ച ജാസ്മിനെ ഖബറിലേക്ക് എടുക്കുന്ന മൊമെൻറ്റ് വരെയും പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത്രയും മരണം വരെ ജാസ്മിനെ പിന്തുടരുന്ന ഒരു വലിയ വേദനയായിട്ട് മാറുമ്പോൾ ഓരോ നിമിഷവും ജാസ്മിനെ അതിജീവിക്കുകയാണ്. സോ ദർ ആർ ന്യൂമറസ് അതിജീവിതാസ് ഇൻ കേരള. ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു അതിജീവിതയാണ്. കാരണം ഒരു കൊലക്കേസ് പ്രതി എന്നൊരു ടാഗ് പോലും കിട്ടിയ ഒരാള്. അതെ, അതിജീവിതയാണ്. ഒരുപാട് അതിജീവിച്ചു എന്നുള്ളത് ശരിയാണ്. അത്രയും വലിയൊരു എന്താ പറയുക, ഒരു ടേം പേരെനിക്ക് ആവശ്യമില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അതിജീവിച്ചു എന്നുള്ളത് സത്യമാണ്. ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് എന്തായിരുന്നു ആ കൊലക്കേസ്, ഇങ്ങനെ വന്നു എന്നൊക്കെ വലിയ വീട്ടിൽ കയറി തല്ലിക്കൊന്നു. അത് എന്താ പറയുന്നത്, ഒരു ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ രസകരമായി കണ്ടുകൊണ്ടിരുന്ന ഒന്നായിരുന്നു എൻ്റെ ജീവിതം കഴിഞ്ഞ 5 വർഷക്കാലം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആവുന്നത് വരെ എൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് പോലുമില്ല. മെമ്പറായി 1 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യം വന്ന കേസ് ഇതല്ല. ഞാനൊരു വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. എൻ്റെ കുടുംബ വീടിൻ്റെ, ഞാൻ വല്ലപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്, ആ വീടിൻ്റെ നെയ്ബർഹുഡിലൊരു വീട്ടുകാരുണ്ട്. എനിക്ക് തോന്നുകയാണ് അവരൊരു പക്ഷേ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആർക്കെതിരെയും എന്തും പറയുന്ന ആൾക്കാരാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം അവർക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ച് ആധികാരികതയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു കേസ് കൊടുക്കണം ഇന്നാൾക്കെതിരെ, ഓൾ അബൌട്ട് പൊളിറ്റിക്സ്, നത്തിങ് പേഴ്സണൽ. അപ്പോൾ അങ്ങനെ പറയുന്നു. അവരപ്പോൾ ഒരു ദിവസം പറയുകയാണ് ഞാൻ അവരുടെ ഒരു വീടങ്ങ് കത്തിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ തീപ്പെട്ടിത്തിരി പോലും, ഒരു ലൈറ്റർ പോലും ലൈറ്റ് ചെയ്തിട്ടില്ലാത്ത, ഒരു കർപ്പൂരം കത്തിച്ചിട്ടില്ലാത്ത, ഒരു തീപ്പെട്ടിത്തിരി ഉരച്ചിട്ടില്ലാത്ത ഒരു ദിവസം ഞാൻ കേൾക്കുകയാണ് ഞാൻ ഒരാളുടെ വീട് കത്തിച്ചു, അതും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. ചെറിയ കാര്യമാണ്. എക്സ്പ്ലോസീവ്സ് ആക്ടിട്ടാണ് കേസ് എടുത്തത്. ആ കേസ് വരുന്നു. ആ കേസ് ഇതുപോലെ അവർക്ക് പ്രഥമ ദൃഷ്ടി അവിടെ ഒന്നുമില്ല, അങ്ങനെ പോകുന്നു. ഒന്നുമില്ലാത്ത ഒരിടത്ത് എക്സ്പ്ലോസീവ്സ് ആക്ടിട്ട് കേസെടുത്ത് ഫോറൻസിക്കാരെ കൊണ്ടുവന്ന്, ഫോറൻസിക്കാർ വരുമ്പോൾ ആ വീട്ടുകാർ തന്നെ ജനലൊക്കെ ഇടിച്ച് കൈ വെച്ചിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിറ്റ്നസ്സാണ്. നമ്മളതിൻ്റെ വിഷ്വൽസ് എടുത്തിട്ട് അവർക്ക് അത് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ എന്നിട്ട് വെടിമരുന്ന് അത്തരത്തിലുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടിട്ട് കത്തിക്കുക, അങ്ങനെ ഒരു കുറച്ച് ഫോറൻസിക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അവരവിടെ ചെയ്തു. അപ്പോൾ അങ്ങനെ ആ കേസ്, അപ്പം കേസ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ കോടതിയിലെത്തുന്നു. അത് കഴിഞ്ഞ് ആ കേസ് കോടതിയിലെത്തി ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനകത്ത് ഈ കേസ് കൊടുത്തത് ഒരു മാധവി എന്നൊരു സ്ത്രീയാണ് ഈ കേസ് കൊടുക്കുന്നത്. അവരുടെ മകൾ ഒരു ശ്രീലത, ശ്രീകല, പിന്നെ അവരുടെ കൊച്ചുമക്കൾ അഖിന ദേവു, നന്ദ പ്രസാദ്, ഇത്രയും പേരാണ് എനിക്കെതിരെ പല കേസുകൾ കൊടുത്തിട്ടുള്ള, കള്ളക്കേസുകൾ കൊടുത്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവർ എല്ലാം കൊല്ലം ജില്ലയിലെ പോരുവഴി പഞ്ചായത്തിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ ഇവർ അങ്ങനെ ഒരു പരാതി ഫസ്റ്റ് കൊടുക്കുന്നു. വിത്തിൻ 6 months അവരുടെ ഗൃഹനാഥൻ ആയിട്ടുള്ള സോമൻ, അയാൾ നാട്ടിൽ അയാളുടെ പേര് സോമൻ എന്നാണ്. അപ്പോൾ അയാൾ മരിക്കുന്നു. സ്ട്രോക്ക് പേഷ്യൻ്റാണ്. അയാൾ കാലങ്ങളായിട്ട് അസുഖബാധിതനാണെന്നുള്ളത് എവരിബഡി ന്യൂസ്. അതിൻ്റെ ഭാഗമായിട്ട് അയാൾ മരിക്കുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോൾ 2023 ഡിസംബർ 30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻഷിപ്പ് എനിക്ക് വേണ്ടി തീരുമാനിച്ചിരുന്നു CPI എന്ന പാർട്ടി. 15 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കെതിരെ ഒരു FIR ഇട്ടു. ഞാൻ ഈ പറയുന്ന സോമൻ എന്നയാളെ വീട്ടിൽ കയറി തല്ലിക്കൊല്ലുകയായിരുന്നു.
അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ കേസില്ല. CCTV ഫുട്ടേജസ് എൻ്റെ വീട്ടിലും ഉണ്ട്. അവിടെയൊക്കെ CCTV കവറേജ് ഉള്ളതാണ്. ഈ പറയുന്ന സംഭവം നടന്നു എന്ന് പറയുന്നത് 2 CCTV ക്യാമറകളുടെ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അവസാനം ഞാൻ കോടതിയിൽ കുറ്റപത്രമെല്ലാം സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇത് പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 41A നോട്ടീസ് എനിക്ക് ഇഷ്യൂ ചെയ്തു. ഞാൻ ചോദിച്ചു എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ് 2024 മാർച്ച് മാസം 28-ാം തീയതിയാണ് എനിക്ക് നോട്ടീസ് തരുന്നത്. അതിലെഴുതിയിരിക്കുകയാണ് 2023 ഡിസംബർ മാസം 18-ാം തീയതി രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകണം. ഞാൻ ചോദിച്ചു 24 മാർച്ചിൽ കൊണ്ടുവന്നു 23 ഡിസംബറിൽ സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞാൽ ഞാൻ ടൈം ട്രാവൽ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിനയൻ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനാണ് ശൂരനാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത്. അപ്പോൾ അയാൾ പറഞ്ഞത് മറുപടി അങ്ങനെയില്ല, ഞങ്ങൾ ഈ പ്രൊസീജിയേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് ഇഷ്യൂ ചെയ്തതാണ്. എത്ര ധൈര്യമാണെന്ന് ആലോചിച്ചു. എല്ലാവരും പറയുന്ന പോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എല്ലാ നിയമങ്ങളും അനുകൂലമാണെങ്കിൽ ഞാൻ ഒരു ലേഡിയായിരുന്നു, ജനപ്രതിനിധിയായിരുന്നു. ഞാൻ ഒരു ക്രിമിനലല്ല, ഒരു ക്രിമിനൽ കേസിലും പ്രതിയല്ല, എനിക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അതിനെ എത്ര സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഉണ്ടായി വരികയുമില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ പോലീസ് സമീപിച്ചത് ഈ രീതിയിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെയാണോ ഇതിൻ്റെ സംവിധാനം? അപ്പോൾ ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു, റിസീവ്ഡ് ഓൺലി ഓൺ മാർച്ച് 28, 2024 എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഉദ്യോഗസ്ഥനെതിരെ ഞാൻ DGPക്ക് ഉൾപ്പെടെ എല്ലാവർക്കും പരാതി കൊടുക്കുന്നു. തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നു. കണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു പരാതി, ഞാൻ ഒരാളെ കൊന്നു എന്നാണ് കേസ് വന്നിരിക്കുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് ഞാനൊരു വീട് സ്ഫോടക വസ്തു എറിഞ്ഞ് കത്തിച്ചു എന്ന് പറഞ്ഞു. ഈ 2 കേസും കൊടുത്ത ഒരാളാണ് മാധവി. ഇതിലെ സാക്ഷികൾ ഒരേ ആൾക്കാരാണ്. ഈ മാധവിയുടെ മക്കളായിട്ടുള്ള ശ്രീലത, ശ്രീകല. ഇതിൻ്റെ കൂട്ട് മറ്റ് കേസുകൾ കൊടുക്കുന്ന ആൾക്കാരാണ് അവരുടെ കൊച്ചുമക്കളായിട്ടുള്ള അഖിനാദേവു, നന്ദാപ്രസാദ്. ഇവരല്ലാതെ എൻ്റെ പേരിൽ ആരും ക്രിമിനൽ കേസ് കൊടുത്തിട്ടില്ല. ഇവർ കണ്ടിന്യൂസ്ലി പിന്നീട് കൂടാതെ ഒരു ബാലാവകാശ കമ്മീഷൻ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കൊല്ലം ജില്ലയിൽ കൊണ്ട് പരാതി കൊടുത്തു. ഈ അഖിനാദേവു, നന്ദാപ്രസാദ് എന്ന് പറയുന്ന 2 പേർ, ഞാൻ അവരെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ സ്വന്തമായിട്ട് കാർ ഓടിച്ചിട്ടാണ് നടക്കുന്നത്, ട്രാവൽ ചെയ്യുന്നത് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പമാണ്, ഞാൻ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ ലൊക്കേഷനൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ നിയർ ബൈ തന്നെയാണ്. അവിടെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന കുറച്ച് ദൂരം ഒരു കാർ അല്ലെങ്കിൽ ഒരു കാറും 2 ബൈക്കും കൂടെ പോകാൻ സാധിക്കും, അത്രയേ പറ്റുള്ളൂ, വീതിയില്ല. അപ്പോൾ അവിടെ കൂടെ എന്തായാലും മാത്രമല്ല വീടുകളെല്ലാം റോഡിനോട് ചേർന്നാണ്. അവിടെ ഒരു ചെറിയ ശബ്ദം ഉണ്ടായാലും എല്ലാവർക്കും കേൾക്കാൻ പറ്റും. അവിടെ ഞാൻ ഒരാളെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചാൽ നാട്ടുകാർ അറിയുന്നില്ല, നാട്ടിലാരും ഇത് കേൾക്കുന്നില്ല. പക്ഷേ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എനിക്കെതിരെ കേസ് എടുക്കാൻ നിൽക്കുകയാണ്. ഒടുക്കം ഞാൻ ഈ കുട്ടികൾക്കെതിരെ ഹൈക്കോടതിയിലേക്ക് എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് എന്നോട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പറഞ്ഞത്. ഞാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്തോളൂ, ഞാൻ ആരെയും വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ഈ കുടുംബത്തിൽ എന്താണ് ഇത്ര ദേഷ്യം? അങ്ങനെ ഒരു ദേഷ്യം മേ ബി ദേ ആർ ഫിനാൻഷ്യലി എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി മോട്ടിവേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമ്മൾ പറയാറില്ലേ ചിലരോട് അകാരണമായി തോന്നുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ മെമ്പറായി തുടങ്ങിയപ്പോഴാണ് ആദ്യത്തെ കേസ്. വളരുന്നതിനെ ശ്രീലദേവി വളരരുത് എന്ന് ആഗ്രഹിച്ചത് ആരായിരിക്കും? രസം എന്താ വെച്ചാല് 2021, 22 ആ സമയത്ത് എൻ്റെ ഒരു വിവാഹാലോചനയ്ക്കായിട്ട് വന്ന ഒരു കൂട്ടർ അയൽവാസികളോട് ചോദിക്കുക എന്നുള്ള രീതിയിൽ ചോദിക്കുകയും ഇവരിൽ നിന്ന് വളരെ മോശം അഭിപ്രായം ഉണ്ടായതിൻ്റെ പേരിൽ ആ വിവാഹം മുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല വിവാഹാലോചന ഒന്നല്ലോ, നമുക്ക് പല മാരേജ് പ്രപ്പോസൽസ് വരില്ലേ എല്ലാവരുടെയും കൂട്ടാൻ. അതിൽ ഒരെണ്ണം മുടങ്ങിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞു ഇതിനകത്ത് ഇവരുടെ അഭിപ്രായം വന്നു. അപ്പോൾ അവർ മറ്റൊരാൾ പറയുമ്പോൾ ഞങ്ങളുടെ നെയ്ബേഴ്സ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ളൊരു നെയ്ബർ അവിടെ ഇല്ല. ഇവരെ നമ്മൾ ഫസ്റ്റ് സ്പോട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവർ നമ്മുടെ ഈ അന്വേഷിക്കാൻ പോയ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ ഈ വീട്ടുകാരാണ് മോശമായി പറഞ്ഞത്. ഞങ്ങൾക്ക് അന്നേരം എന്തിനു പറയണം, അത് ഞങ്ങൾ എവിഡൻസ് കൊണ്ടുവരാം. അവർ പിന്നീട് ഒരു മൊബൈൽ ക്യാമറ കൊണ്ടുപോയി വീണ്ടും ഇതേ ചോദ്യങ്ങൾ ചോദിച്ച് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ഞാൻ നോക്കുമ്പോൾ എന്നെക്കുറിച്ചിരുന്ന് വളരെ മോശമായി പറയുകയാണ്. ഒരു കുടുംബത്തിൽ ഈ പറഞ്ഞ മാധവി എന്നുള്ള സ്ത്രീൻ്റെ അവരുടെ മരിച്ചുപോയ ഭർത്താവ്, അന്ന് അയാൾ മരിച്ചിട്ടില്ല, അയാൾക്ക് വീട്ടിൽ സ്ട്രോക്ക് പേഷ്യൻ്റ് ആണെങ്കിലും വീട്ടിലിരിപ്പുണ്ട്, അയാളുണ്ട്, സോമൻ എന്നാണ് അയാളുടെ പേര്. ഇവരുടെ 2 മക്കൾ ശ്രീകല, ശ്രീലത, അവരുടെ കൊച്ചുമക്കൾ അഖിനാദേവു, നന്ദാപ്രസാദ്, ഇത്രയും പേരും ആ ഫ്രെയിമിലുണ്ട്. അവരിരുന്നു കൊണ്ട് എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഈ വിഷ്വൽസ് കണ്ടപ്പോൾ നമുക്ക് ഉറപ്പായി. ഞാൻ ഏറ്റവും അവസാനം ഈ കേസുകൾ ക്രൈംബ്രാഞ്ച്, മറ്റൊരു ഈ പറഞ്ഞ ഒരാളെ കൊന്നു എന്നുള്ള കേസും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്നുള്ള കേസും എല്ലാം ക്രൈംബ്രാഞ്ചിന് പുനരന്വേഷണം വന്നു. അവർ റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അത് കള്ളക്കേസാണ് എന്ന് തെളിഞ്ഞു. അങ്ങനെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്ന ഈ 2 കേസുകളും ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കളവാണെന്ന് കണ്ടെത്തി തള്ളി. അങ്ങനെ കേസ് അവസാനിച്ചപ്പോൾ ഞാൻ ഈ വീട്ടുകാർക്കെതിരെ 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മാനനഷ്ട കേസ് കൊടുത്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഹാർഡ്ലി ഒരു 3 months 6 monthsനകത്തേ ആയിട്ടുള്ളൂ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തിട്ട്.